ആപ്കി അദാലത്തിൽ ബീന രമാണിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ ജെസിക ലാൽ മർഡർ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ യാതൊരു സഹായവും ചെയ്തില്ല എന്നുള്ളതാണ്. ബീന, താങ്കൾ പറയുകയാണ് ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യുകയാണെങ്കിൽ താങ്കൾ എല്ലാ സഹായം ചെയ്യുമെന്ന്. അപ്പോൾ താങ്കൾ പോലീസിനോട് പോയി പറഞ്ഞിരുന്നോ ഈ ഇൻവെസ്റ്റിഗേഷനിൽ എല്ലാ സഹായം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന്? അതായത് ഈ വാക്കുകൾ താങ്കൾ പോലീസിനോട് പറഞ്ഞോ? അതായത് ഈ പ്രാവശ്യം താങ്കൾ വളരെ സ്ട്രോങ് ആയിട്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്യുമെന്ന്? അതായത് ഞാനും മാലിനിയും ന്യൂസ് പേപ്പറിൽ കണ്ടാണ് ഈ കാര്യം മനസ്സിലാക്കിയത്. ടിവിയിലും വന്നിരുന്നു. ഞങ്ങൾക്കെതിരെ LOC ചുമത്തിയിട്ടുണ്ടെന്ന്. LOCയെ പറ്റി ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. LOC എന്ന് വെച്ചാ പുറത്തൊന്നും പോകാൻ പറ്റില്ല. ഇത് കുറ്റവാളികൾക്കെതിരെയുള്ളതാണ്, അല്ലാതെ സാക്ഷികൾക്കെതിരെയുള്ളതല്ല. ഇത് ഏകദേശം 2-3 ആഴ്ചക്കുള്ളിൽ നടന്നതാണ്. സോ ഇത് കണ്ട് ഞങ്ങൾ ഷോക്കായി, വളരെ അപ്സെറ്റായി. അത് കഴിഞ്ഞ് 5-6 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഒരു നോട്ടീസും വന്നില്ല. അതുകൊണ്ട് ഞാനും മാലിനിയും പോലീസിന് കോൾ ചെയ്തിട്ട് അവരെ പോയി കണ്ടിരുന്നു. ഞങ്ങൾ ആദ്യ ദിവസം പോലെ അവർക്ക് സപ്പോർട്ടായിരുന്നു. അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് കോപ്പറേറ്റും ചെയ്തു. അവസാനം വരെ ഇങ്ങനെ തന്നെയായിരിക്കും, എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതെന്നും ചോദിച്ചു. ഞങ്ങൾക്കെതിരെ എന്തിനാണ് മീഡിയ ഇങ്ങനെയൊക്കെ എഴുതുന്നതെന്നും ഞങ്ങൾ അക്യൂസ്ഡ് അല്ലല്ലോന്നും ചോദിച്ചു. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം, ഞങ്ങളുടെ വീട് എപ്പോഴും തുറന്നു തന്നെ കിടക്കുന്നു. ഈ സംഭവം നടന്ന സ്ഥലവും ഓപ്പൺ ആയിരിക്കും. ഞങ്ങളുടെ സ്റ്റാഫിനെ എല്ലാം എപ്പോ വേണമെങ്കിലും ചോദ്യം ചെയ്യാം. ഇതുപോലാണ് ഞങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഹോൾഡറാണ്, താങ്കളുടെ ഹസ്ബൻഡ് ഒരു ഫോറിൻ പാസ്പോർട്ട് ഹോൾഡറാണ്, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഓടിപ്പോകാമെന്നാണ് പറയുന്നത്. ഇതിന് ഞാൻ എന്താ പറയേണ്ടത്? അവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാഹചര്യം ഉണ്ടായിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ വന്ന് ജീവിക്കുന്നു. എന്റെ മോടെ ബിസിനസ് ഇവിടെയാണ്. ഞങ്ങൾ ഇന്ത്യ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എന്റെ ഗ്രീൻ കാർഡ് സറണ്ടർ ചെയ്തു. ഡ്രീം കാർഡ് കിട്ടുന്ന ഒരു സ്വപ്നമല്ലേ? ഞങ്ങൾ എന്തിനാ ഇവിടുന്ന് ഓടിപ്പോകുന്നത്? അതിനുവേണ്ടി ഞങ്ങൾ ഇവിടുന്ന് ഓടിപ്പോകണോ? ഐ എം പ്രൗഡ് ടു ബി ഇന്ത്യൻ. ഈ ലോകത്തിൽ ഞാൻ എവിടെയാണെങ്കിലും ഞാൻ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യും. എല്ലാരും വിചാരിക്കുന്നത് പോലെ ഞാൻ അങ്ങനെ ഓടിപ്പോകുന്ന ആളൊന്നുമല്ല. ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ശരിക്കും നിങ്ങളെന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇതിനൊക്കെ എന്തുത്തരവാ പറയേണ്ടതെന്നറിയില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടിയാണ് പെർമിഷൻ കിട്ടിയത്. അതിനുവേണ്ടി ബോണ്ടൊക്കെ കൊടുക്കേണ്ടി വന്നു. 3 ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വന്നു. എനിക്ക് വിചാരിച്ച ഓടിപ്പോയിരുന്നല്ലോ. എന്നെ കണ്ട അങ്ങനെ തോന്നുന്നുണ്ടോ? പബ്ലിക്കിന് എന്താണ് ചോദിക്കാനുള്ളത്? ഞാൻ ചോദിച്ചോട്ടെ? മാഡം, നിങ്ങൾ വിറ്റ്നസ് ആയത് മുതൽ വളരെ വലിയ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്ന് പറഞ്ഞു. ഒരുപാട് ഭീഷണികൾ നേരിട്ടു എന്ന് പറഞ്ഞു. പ്രതിഭാഗത്തു നിന്ന് നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ടോ? അതല്ല വധഭീഷണിയുണ്ടോ? ഒരുപക്ഷെ അങ്ങനെയുണ്ടെങ്കിൽ ഡൽഹി പോലീസ് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തോ? ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു, പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്തു. ഞങ്ങൾ ആദ്യമായിട്ട് കോർട്ടിലേക്ക് പോകുമ്പോൾ, ആദ്യമായിട്ട് സാക്ഷി പറയാനായിട്ട് പോകുമ്പോൾ ഏകദേശം ഒരു 2.5 വർഷം വരെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല. ഞങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ പ്രൊട്ടക്ഷൻ അറേഞ്ച് ചെയ്തു. പോലീസ് ഓഫർ ചെയ്തു, പക്ഷെ ഞങ്ങളത് വേണ്ടാന്നാണ് പറഞ്ഞത്. ഇതാണ് സംഭവിച്ചത്. ബീന, ഈ പ്രാവശ്യം എന്ത് ഗ്യാരണ്ടിയാണുള്ളത് താങ്കൾ കോടതിയിൽ സാക്ഷി പറയാൻ പോകുന്ന സമയത്ത് അവിടെ താങ്കൾ പേടിക്കില്ലെന്ന്? ഇല്ല, ഇപ്രാവശ്യം ഞാൻ പേടിക്കില്ല. ഇപ്രാവശ്യം ഞങ്ങൾക്ക് പബ്ലിക്കിന്റെ വലിയൊരു സപ്പോർട്ടുണ്ട്. ആൻഡ് അതിനേക്കാളുപരി പ്രൈം മിനിസ്റ്ററിന്റെ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. സോണിയാഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നും സാക്ഷികൾക്ക് സംരക്ഷണം ഒരുക്കണമെന്നും. ചീഫ് ജസ്റ്റിസും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ബലമായിട്ടുള്ള സപ്പോർട്ടുണ്ടെന്ന്. ഇതിൽ നിന്നെല്ലാം ഞങ്ങൾ ഫീൽ ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കലും തനിയല്ലെന്നുള്ളതാണ്. ഞങ്ങളുടെ കൂടെ ജനങ്ങളുണ്ട്, ലോകം തന്നെയുണ്ട്. ഞങ്ങൾ ഒരിക്കലും തനിച്ചല്ല. അതെ, ഞങ്ങൾക്ക് വളരെ വലിയൊരു സംരക്ഷണമാണ് കിട്ടുന്നത്. പല രാഷ്ട്രീയക്കാരും ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ തുണയായിട്ടുണ്ടാകുമെന്നാണ് പറഞ്ഞത്. സാക്ഷിയുടെ സംരക്ഷണമാണ് മുഖ്യമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഒരു സാക്ഷിയായിട്ടിരിക്കുന്ന കാര്യമുണ്ടല്ലോ, അത് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ്. അതിന് മനോധൈര്യം വളരെ പ്രധാനമാണ്. സോ ഇപ്പം ഞങ്ങൾക്ക് ഒരു പേടിയില്ല. പക്ഷെ ഇതിനു മുമ്പുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഞങ്ങൾ സ്ട്രോങ് ആണ്. ഞങ്ങളുടെ ചുറ്റിനും രാഷ്ട്രീയക്കാരുണ്ട് ഞങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ധൈര്യം കിട്ടുന്നുണ്ട്.